പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ നോയമ്പ് കാലത്തിൻ്റെ ആരംഭ ദിവസങ്ങളിലാണ് ഞാൻ അവരെ വീണ്ടും കണ്ടുമുട്ടിയത്. ആ സ്ത്രീ പ്രസവത്തിന് വേണ്ടി അവരുടെ നാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. അവർ പ്രസവശേഷം തിരിച്ചു വന്നു. അതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ പള്ളിയിൽ വന്നതാണ്. പ്രസവത്തിന് മുൻപേ കുഞ്ഞ് മരിച്ചിരുന്നു. അതവർക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നിട്ടും ആ ഗർഭധാരണം അവർ തുടർന്നു. കുഞ്ഞിനെ വഹിച്ചു. ഒരത്ഭുതം പ്രതീക്ഷിച്ചു. പക്ഷെ കുഞ്ഞ് മരിച്ചാണ് പുറത്ത് വന്നത്. അതിനുശേഷം വിശ്രമമെല്ലാം കഴിഞ്ഞ് ഒരു തിരികെ ദേവാലയത്തിലെത്തിയതാണ്. അവരോട് ഞാൻ ചോദിച്ചു, ഇപ്പോൾ കണ്ട നല്ല ക്ഷീണമാണല്ലോ, എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ? അവർ പറഞ്ഞു, അച്ഛപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 2 മാസങ്ങൾക്ക് മുമ്പ് താങ്കളെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു, മുഖത്ത് വലിയൊരു പ്രസരിപ്പുണ്ടായിരുന്നു, ഒരു വലിയ ഗ്രേസ് ഉണ്ടായിരുന്നു, കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമായിരുന്നു. അവർ പറഞ്ഞ മറുപടിയാണ് എന്നെ ഞെട്ടിച്ചത്. 2 മാസം മുമ്പ് എനിക്ക് ശരീരം മുഴുവൻ വേദനയായിരുന്നു. എൻ്റെ മനസ്സ് നിറയെ ഉത്കണ്ഠയായിരുന്നു, സങ്കടമായിരുന്നു. എനിക്കൊന്നുമില്ല. എൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി വേദനയില്ല. എൻ്റെ മനസ്സിൽ വേറെ വിഷമമൊന്നുമില്ല. പ്രിയമുള്ളവരെ, ഇതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. 2 മാസം മുമ്പ് കുഞ്ഞ് മരിക്കുമെന്ന് ഉറപ്പിച്ചിട്ട് പോലും ആ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നൊരമ്മ, ശരീരം മുഴുവൻ വേദന, നിരവധി മരുന്നുകൾ, കൃത്യമായിട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അത്തരം ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴും അവരെ കാണുമ്പോൾ ഒരു വലിയ പോസിറ്റീവ് എനർജി, അവരുടെ മുഖം നിറയെ പ്രസരിപ്പ്. ഇപ്പോൾ വേദനകളില്ല, പക്ഷെ മുഖത്ത് നോക്കിയ സങ്കടമാണ്. എന്താണ് ഇങ്ങനെ? ഈ നോയമ്പ് കാലത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യമാണ്. കുരിശുണ്ടായിരുന്നപ്പോൾ ആ ഒരു സന്തോഷമാണ് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു കുരിശുമില്ല, ഒരു സഹനവുമില്ല. അപ്പോൾ കാണുന്നവർക്കെല്ലാം ഒരു വല്ലാത്ത ഫീലിംഗാണ്.